നല്ലൊരു എഗ്ഗ് കുറുമയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ചപ്പാത്തിക്ക് നല്ല സൂപ്പർ കറിയാണ്. എല്ലാത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു എഗ്ഗ് കുറുമയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എഗ്ഗ് കുറുമ ഉണ്ടാക്കുന്നതിന് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പുഴുങ്ങി ഇതിൻ്റെ തോടൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസ് 2 സവാള കനം കുറച്ചരിഞ്ഞത് ഒന്ന് വറുത്തെടുക്കണം. അതിനാണ് ഞാൻ ഇത്രയും എണ്ണ ഒഴിച്ചത്. നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടിത് കരിഞ്ഞു പോകാതെ നമുക്ക് വറുത്തെടുക്കണം. പകുതി സവാള ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തണുത്ത് വറുത്ത് കോരിയ സവാള ഇട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. ഒരു 3/4 കപ്പ് തൈരും കൂടി ഒഴിച്ച് നന്നായിട്ടിതൊന്ന് അടിച്ചെടുക്കുക. തൈര് അധികം പുളിക്കുകയൊന്നും ചെയ്യരുത്. നമുക്കിത് അടിച്ചുകൊണ്ട് വരാം. ഇതുപോലെ ഇരിക്കണം. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു ബേ ലീഫ് ഞാൻ മുറിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടൊമാറ്റോ ചെറുതായിരിക്കണം. അത് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്ന ആ ടൊമാറ്റോയിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഞാൻ നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് എണ്ണയൊന്ന് തെളിയുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അരപ്പിനകത്ത് നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരുന്ന സവാളയുടെ കൂട്ടൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. നല്ലൊരു എഗ്ഗ് കുറുമയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് ഈ കുറുമയ്ക്ക്. ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരുന്ന മുട്ട ഇട്ട് കൊടുക്കാം. നല്ലൊരു എഗ്ഗ് കുറുമയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇത് എല്ലാത്തിനും ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ അസാധാരണ രുചിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. മല്ലിയിലയൊക്കെ ഇട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം.